ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് എടുക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എന്താ യൂണിവേഴ്സ് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പയർഡ് ആവാനായിരിക്കാം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് ഇന്ന് എന്താ പറയുന്നത്, നിങ്ങൾക്ക് എത്തിക്കുന്ന മെസ്സേജ് എന്താ നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവും, ഗൈഡൻസ് പ്ലീസ് യൂണിവേഴ്സ്. ഓക്കെ, എന്തായാലും പഠിക്കുന്ന സ്ഥിതിക്ക് ഓക്കെ, ലെറ്റ്സ് സീ. Eight of Pentacles, Six of Wands and Page of Pentacles. ഇത് മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങൾക്കൊരു ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടായിട്ട് സക്സസ് കിട്ടുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, കുറച്ച് പേർക്ക് ലൈക്ക് ജോലിയിൽ, കരിയറിൽ, എന്തിലായാലും നിങ്ങൾ എഫേർട്ട് ഇട്ടതിന് ഓക്കെ, അതിന് നല്ലൊരു സക്സസ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങളത് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടും. ആരെങ്കിലും നിങ്ങളോട് ലൈക്ക് മേ ബി ഇപ്പം നമുക്ക് സക്സസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, വലിയ ഒരു ഗിഫ്റ്റ് ആരെങ്കിലും ട്രോഫി തരുന്ന പോലെയൊന്നും ആവണം നിർബന്ധമില്ല. പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അംഗീകാരം കിട്ടും മറ്റുള്ളവരെ മുമ്പിൽ. നിങ്ങൾ നല്ലൊരു വർക്ക് ചെയ്തു എന്നുള്ളൊരു വാക്കെങ്കിലും കേൾക്കാൻ പറ്റും. ഓക്കെ, മറ്റുള്ളവർ കുറച്ചുകൂടി ലൈക്ക് ഓ നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തു എന്ന രീതിക്ക്, നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ഇട്ടു എന്നുള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും മറ്റുള്ളവർ. അതിപ്പോൾ ജോലി സ്ഥലത്തായിരിക്കുകയാണെങ്കിൽ, ഓഫീസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു വർക്ക് ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് തന്നെ ഒരു ഹാപ്പി ആയിട്ട് തോന്നും. ഓക്കെ, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റി എന്ന് തോന്നും. അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, ചിലപ്പോൾ അതായിരിക്കാം. നിങ്ങൾ സ്വയം ഫീൽ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസോ കൂടെ വർക്ക് ചെയ്യുന്നവരോ ചിലപ്പോൾ നിങ്ങളോട് പറയും ഓക്കെ ദാറ്റ് യെസ് നിങ്ങൾ നല്ലൊരു വർക്ക് ചെയ്തു എന്നുള്ളൊരു അപ്രീസിയേഷൻ കേൾക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ലൈക്ക് ഒരു നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടാം. മേ ബി ആ പ്രോജക്റ്റിനോ ആ വർക്കിനോ നിങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള എന്തെങ്കിലും പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വരാം. മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾ മാനിക്കപ്പെടാം. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് പറയാം. കുറച്ച് പേർക്ക് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, ആക്ച്വലി ഇത് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മോർ ഓപ്പർച്യൂണിറ്റീസ് വിൽ കം. ഓക്കെ, അതും പണത്തിൻ്റെ തന്നെയാണ് കാണുന്നത്. സോ മേ ബി ഇതൊരു ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കും. ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായിരിക്കും ഇത് കൂടുതലും. ഫൈനാൻസ് അല്ലെങ്കിൽ കരിയർ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, മെയിൻലി ഇവിടെ നിന്ന് അത് തന്നെയാണ് കിട്ടുന്നത് എനിക്ക്. വേറെ എന്തെങ്കിലും പറയാൻ, കുറച്ച് പേർക്ക് പുതിയ ജോലിയുടെ ഓഫർ വരുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ പുതിയൊരു ജോലി ചിലപ്പോൾ ഇങ്ങനെയും പറയാം. മേ ബി ലൈക്ക് കുറച്ച് പേർക്ക്, എല്ലാവർക്കും ഒരേ ഇതും ആവണമെന്നില്ലല്ലോ. നിങ്ങൾക്കൊരു പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ വർക്ക് എന്തെങ്കിലും കിട്ടും, ജോലി കിട്ടും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും എന്നും പറയാം. ഓക്കെ, ബട്ട് എനിക്ക് ഇത് കൂടുതലും ലൈക്ക് എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങൾ ചെയ്യുന്ന വർക്കിന് ആ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടി നിങ്ങളുടെ മേലെ റെസ്പോൺസിബിലിറ്റി തരും. നിങ്ങൾക്ക് വേറെയും ഓപ്പർച്യൂണിറ്റീസ് വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നോക്കാൻ വേറെ എന്തെങ്കിലും കുറച്ചുകൂടി മെസ്സേജസ്. എന്തായാലും നല്ലൊരു ദിവസമാണ്, പോസിറ്റീവ് ദിവസമാണ്. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് പാസ്റ്റിൽ. ഓക്കെ, അതിൻ്റെ സക്സസ് ആണ്. വെരി ഗുഡ്. ആക്ച്വലി നിങ്ങൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ അവനവനെ എപ്പോഴും വേറൊരാൾ നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ വേറൊരാൾ പറയണം എന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അതിനെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റിയല്ലോ, നന്ദി ദൈവമേ എന്ന് പറയാം. ഒന്നാമത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാം. ഇത് വല്ല ഡൊണേഷൻ കൊടുക്കുന്ന കാര്യങ്ങളും ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു അഡ്വൈസ്. സക്സസ് സെലിബ്രേഷൻ അഗൈൻ കണ്ടോ. യെസ്, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തോ ഒരു കാര്യം. നിങ്ങളുടെ കംപ്ലീഷൻ്റെ ഒരു സെലിബ്രേഷൻ ആണ് കാണുന്നത്. ഇതും ഒരു സെലിബ്രേഷൻ പോലെയാണ്. ഇവിടെയും ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളുടെ സക്സസിനെ ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ. ഓഫീസിലായാലും വീട്ടിലായാലും ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീഷൻ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ എന്തോ ഏറ്റെടുത്തൊരു വർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സമാധിച്ച് മേ ബി ഓക്കെ. കുറച്ച് പേർക്ക് ഇതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ആവാം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മേ ബി നിങ്ങൾക്കൊരു ഓഫർ വന്നിട്ട് യുനോ നിങ്ങളൊരു പേഴ്സണുമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ അതും നെക്സ്റ്റ് ലെവലിലേക്ക് ലൈക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് പോവുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈക്ക് നിങ്ങൾ കുറേ ആയിട്ട് മേ ബി ആ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നുണ്ടാവും. അതും കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സക്സസ്സിലേക്ക് എത്തുന്ന, അതായത് സക്സസ് എന്ന് പറയുമ്പോൾ അത് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു ഓഫർ വരാം, കമ്മിറ്റ്മെൻറ്റ് ഓഫർ വരാം. നിങ്ങൾക്ക് എന്ത് തന്നെയായാലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ സെലിബ്രേഷൻ ആണ് പറയുക. സോ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളുടെ ആ സക്സസിനെ സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ കംപ്ലീഷൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ബട്ട് ഒരു ന്യൂ സൈക്കിൾ കൂടിയാണ് നിങ്ങളുടെ ലൈഫിൽ തന്നെ. വേറെ ഒരു തരത്തിൽ ഇപ്പോൾ നമ്മൾ ലൈക്ക് കുറച്ചുകൂടി സ്പിരിച്വലി ഒക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവനവൻ്റെ മേലെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെയാവാം.
യുനോ നിങ്ങളായി തന്നെ നിങ്ങൾ ബെറ്റർ ആക്കി എടുത്തിട്ടുണ്ടാവും. അതിന്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്യും. സോ അതുകൊണ്ടുള്ള സെലിബ്രേഷനും ആയിരിക്കാം. സോറി, എനിക്ക് കുറച്ചുകൂടി അങ്ങനെ ഒരു വഴിക്ക് പറയാൻ തോന്നി. എന്തായാലും ഇവിടെ ഒരു കംപ്ലീഷൻ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് റെക്കഗ്നീഷൻ ആണ് മെയിൻലി. എനിക്ക് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും നിങ്ങളുടെ ആ ഒരു സക്സസ്. ഓക്കെ, ആ ഒരു തരത്തിൽ അത്രയും നല്ലൊരു ഇതാണ് എനിക്ക് കാണുന്നത്. വെരി നൈസ്. ഇന്നത്തെ ദിവസം എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. പേഷ്യൻസ്. See, I told you. തെറ്റില്ല. നമ്മൾ ഇതും ഞാൻ ആക്ച്വലി യാത്രയുടെ കാര്യം വിചാരിച്ചതാണ്. ഓക്കെ, ലവേഴ്സും ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കാം. സ്ട്രെങ്ത് കാണുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്സിന്റെ കാര്യത്തിലായാലും ശരി. ഓക്കെ, ഇതൊരു ചോയ്സ് എടുക്കുന്ന കാര്യവും പറയും നമ്മൾ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു തീരുമാനം എടുത്തതായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം. ആ തീരുമാനത്തിന് ശേഷം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് കൊടുത്ത് മാക്സിമം ക്ഷമയോടെ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഈ സെലിബ്രേഷൻ പറഞ്ഞത്. സോ അതാ ഞാൻ പറഞ്ഞത്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ഷമയോടെ നിങ്ങൾ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്നിൽ മാത്രം ഫോക്കസ് കൊടുത്ത് ഓക്കെ ഞാൻ ഇതിനെ ഞാൻ നല്ല രീതിക്ക് ഞാൻ ആക്കി ചെയ്തെടുക്കും, എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ എഫേർട്ട് ഇടും എന്ന രീതിക്ക് നിങ്ങൾ ചെയ്ത പോലെയാണ്. ആൻഡ് അതിൻ്റെ സക്സസ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. സെലിബ്രേഷൻ നിങ്ങൾ എന്തോ ആഗ്രഹിച്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുണ്ട്. ഓക്കെ, മേ ബി ഞാൻ ഇവിടെ ഗിഫ്റ്റ് പറഞ്ഞു. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് വരാം, ഗിഫ്റ്റ് വരാം. ആരെങ്കിലും ചിലപ്പോൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു ഓഫർ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഗിഫ്റ്റ് വരുന്നതും ആയിരിക്കാം. സോ ഇവിടെ വിഷ് കാണുന്നുണ്ട് എനിക്ക്. സോ മേ ബി സെലിബ്രേഷൻ ഇത് രണ്ടിലും ഒരു ഗിഫ്റ്റ് ബോക്സിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വരുന്നതും ആയിരിക്കാം. ബട്ട് അതൊക്കെ നിങ്ങളുടെ ഒരു നിങ്ങൾ അവനവന്റെ മേലിട്ട് എഫേർട്ട് ആയാലും ശരി, നിങ്ങൾ ഏതെങ്കിലും ജോലിയിൽ കൊടുത്ത എഫേർട്ട് ആയാലും ശരി, റിലേഷൻഷിപ്പിൽ കൊടുത്ത എഫേർട്ട് ആയാലും ശരി, അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വരുന്നത്. ആൻഡ് ആക്ച്വലി ആ ഒരു 6 of Wands ഇതും നമ്മൾ ട്രാവലായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളൊരു യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ ഒരു മേ ബി സെലിബ്രേഷന് വേണ്ടി നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കാം. ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ അതായിരിക്കാം. പ്ലെയിൻ കാണുന്നുണ്ട്. ജേർണി ഈസ് ഇൻഡിക്കേറ്റഡ് ഇതർ ഫിസിക്കലി ഓർ മെറ്റഫോറിക്കലി. യുവർ ലൈഫ് വിൽ ബിക്കം മോർ ഫുൾ. ഞാൻ ഇതാ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ ഒരു ജേർണി, നിങ്ങളെ തന്നെ ബെറ്റർ ആക്കുന്ന ഒരു ജേർണി അതുമാവാം. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ മേലെ നിങ്ങൾ സ്ട്രോങ് ആവുക, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക, നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സോ അത് നിങ്ങളുടെ ഒരു ഗ്രോത്ത് കൂടിയായിരിക്കും. ആ ഗ്രോത്തിൻ്റെ ഒരു ജേർണി കൂടി ആവാം. ഇവിടെയും ഞാൻ അതാ പറയുന്നതിലും ഈ വേൾഡും നമ്മൾ പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ന്യൂ ബിഗിനിങ്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെയും ഒരു യാത്ര കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ശരിക്കും നിങ്ങൾ വല്ല യാത്ര പോകുന്നതായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ ആക്ച്വലി പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റലി നിങ്ങളുടെ മനസ്സ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ലൈഫിൻ്റെ ജേർണി എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ ക്ഷമയോടെ ഇരുന്നിട്ടുണ്ട്, മാക്സിമം എഫേർട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ചോയ്സസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഐ തിങ്ക് നിങ്ങൾ ചൂസ് ചെയ്തു. ഓക്കെ, ഞാൻ എന്തിലാണ് എഫേർട്ട് ഇടേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്തു. ആൻഡ് അതുകൊണ്ട് ബി ട്രൂ ടു യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ നല്ലത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, ആക്ച്വലി വളരെ നല്ല കാര്യം. ആൻഡ് അതിൻ്റെ അപ്രീസിയേഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിക്കും, മറ്റുള്ളവരെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. നിങ്ങൾ ക്ഷമയോടെ നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് നല്ലത് എന്താണ് എന്ന് മനസ്സിലാക്കി അതിലേക്കുള്ള എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.